ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോ തരുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 33 ദിവസങ്ങൾ വിമല ഹൃദയ പ്രതിഷ്ഠയോട് ചേർന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ശത്രുയോ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് ഞാൻ ഓർക്കുകയായിരുന്നു. എനിക്ക് ഈ ദിവസങ്ങളിൽ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോ അവർക്ക് കുഞ്ഞുമാവയെ കൊടുത്തിരിക്കുന്നു. അമ്മയ്ക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ച ഒരാൾക്ക് ഈശോ പെൻഷൻ അനുവദിച്ചു കൊടുത്തു. മറ്റൊരാൾക്ക് വീട് റെൻറ്റിന് പോകണമായിരുന്നു, അതിനുവേണ്ടി ഒത്തിരി നാളായിട്ട് കഷ്ടപ്പെടുന്നു, അത് ഈശോ ഏറ്റെടുത്ത് കൊടുത്തു. ഏറ്റവും വലിയ മിറക്കള് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിച്ചു. ജിൻസി എന്ന് പറയുന്ന ഒരു ചേച്ചിക്ക് വേണ്ടി. ചേച്ചിക്ക് ക്യാൻസർ ഒത്തിരി കൂടുതലായിരുന്നു. പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈശോ വചനം തരും. ആ വചനം പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. ചേച്ചിയും ചേച്ചിയുടെ പ്രിയപ്പെട്ടവർ അനേകർ പ്രാർത്ഥിക്കുന്നു. രാവിലെ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഡോക്ടർമാർക്ക് ഒരു പ്രതീക്ഷയില്ല, പക്ഷേ ബയോപ്സിയുടെ ബെനിൻ ട്യൂമറാണെന്നാണ്, ഒന്നുമില്ലെന്നാണ്. ദൈവം വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുകയാണ്, വലിയ അത്ഭുതങ്ങളാണ് ഈശോ ചൊരിഞ്ഞുകൊണ്ട്. ഈശോയ്ക്ക് എനിക്കറിയില്ല, ചേച്ചി രാവിലെ അധികം സന്തോഷം വിശ്വസിച്ചു. കാരണം ഞാൻ ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ കാണുന്ന വചനം ചേച്ചിയുടെ ഓരോ കോശങ്ങളിലും ഇങ്ങനെ ചേർത്ത് വിൽക്കുന്നതാണ്. അത്രയും ഈശോ ഓരോ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നത് കണ്ട് ഒത്തിരി സന്തോഷം തോന്നി. ഇപ്പം നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് അനേകർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ എത്രയോ അനുഗ്രഹങ്ങൾ ഈശോ ചൊരിയുന്നത്. 4 പേര് ഒരാൾ എന്നോട് പ്രാർത്ഥന ചോദിച്ചു. ആദ്യമായിട്ട് ഒറ്റ സ്ഥലത്ത് ഒന്നും ഒഴിച്ചെഴുതി രക്ഷപ്പെടണം ഒത്തിരി ആഗ്രഹം. പക്ഷെ എഴുതാൻ പേടിയാണ്. ഒത്തിരി പഠിച്ചു, പക്ഷെ എഴുതാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതി എല്ലാത്തിനും B ഗ്രേഡോടെ പാസ്സായിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് അവർ. നമ്മളിങ്ങനെ ഈശോയോട് ഇവരെ എല്ലാം പേര് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഈശോ എത്രയോ പേരെ അനുഗ്രഹിക്കുന്നത്. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. അതുപോലെ ജോലി 3 പേർക്ക് ഈശോ കൊടുത്തു. 4 പേര് ഓസ്കി പരീക്ഷ പാസ്സായി. ഇവരെല്ലാം ഇങ്ങനെ മെസ്സേജുകൾ ടെസ്റ്റ് പണി അയക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്ന അതെൻ്റെ ഒരു സന്തോഷമാണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ലൈവിലിരുന്ന് പ്രാർത്ഥിക്കും. ഈശോ അനുഗ്രഹിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നോമ്പ് കാലത്ത് എല്ലാ ദിവസവും ഒന്ന് ലൈവിൽ വരാനൊന്നും പറ്റില്ല. എന്നാലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് നാളെ കഴിഞ്ഞ് താമസിച്ചുള്ള ധ്യാനം നടക്കുവാണ്. അതിനുശേഷം നാളെ കഴിഞ്ഞ് തൊട്ട് ഇവിടെ കാനഡ സമയം മോർണിംഗ് എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂർ ഒരുമിച്ച് വന്നിരുന്ന് ഈശോയുടെ തിരുമുഖത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി നമ്മൾ ഈ നോമ്പ് കാലത്ത് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകവും ഞാൻ ചോദിക്കുകയാണ്. ഇന്ന് വൈകിട്ട് തുടങ്ങും. ഇവിടെ കാനഡ സമയം 4:30 ഈശോ ഏറ്റെടുക്കാനായിട്ട്. ഈശോയുടെ വലിയ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാൻ, എല്ലാ മക്കളിലും പരിശുദ്ധാത്മാവ് നിറയാൻ, വലിയ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്താണ് ഓരോ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. നമ്മുടെ ദൈവം ഒത്തിരി വലിയവനാണ്. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. ജിൻസി ചേച്ചി കൊടുത്ത് സൗഖ്യം കൊടുത്ത്, ഈശാന മോളെ സൗഖ്യപ്പെടുത്തിയതോർത്ത് ഈശോ വലിയ വലിയ മിറക്കിളുകൾ. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ കുടുംബം തകർന്ന പോലെ ഒത്തിരി ഭാരപ്പെട്ട് ചേച്ചിയോട് രാവിലെ വിളിച്ചിട്ട് പറയുകയാണ്, സിസ്റ്റർ എനിക്ക് ക്യാൻസറാണെന്ന് ഞാൻ ഒരുങ്ങി തന്നെ ഇരിക്കുന്നത്. കാരണം ആ അവസ്ഥയാണ്. ഡോക്ടർമാരെല്ലാം അത് പറഞ്ഞു. പക്ഷേ ഒരു വലിയ മിറക്കിൾ അവിടെ സംഭവിക്കുകയാണ്. അതല്ലാതെ മറ്റൊന്നും പറയാനില്ല. വേറെ ചേച്ചി നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുന്നു. റോഷ്നി എന്ന് പറയുന്ന ചേച്ചിയുടെ സ്റ്റൊമക്കിൽ ക്യാൻസറാണ്. അപ്പോൾ സ്റ്റൊമക്ക് ഫുൾ എടുത്ത് കളയണം, ഓപ്പറേഷൻ വേണ്ടി വരും. അങ്ങനെ ഓപ്പറേഷൻ സ്റ്റൊമക്ക് ഫുൾ എടുക്കും, വായി കിടന്നു. ഒത്തിരി സങ്കടമായിരുന്നു ചേച്ചിക്ക്. ചേച്ചി ഇന്നലെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല, ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു, ചെറിയൊരു പോർഷൻ മുറിച്ച് കളഞ്ഞോളൂ, ഞാൻ ഓക്കെയാണെന്ന്. നമുക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. ഈശോ എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഓരോരുത്തരും ഓർക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നാളെ തൊട്ട് സാധിക്കുന്നിടത്തോളം മോർണിംഗിൽ ലൈവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. 3 ദിവസത്തിന് ശേഷം പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ, സിജോയെ, മഹിമയെ, ജോബിനെ, ഈശോയെ, ജൂലിയെ ഒക്കെ സമർപ്പിക്കുന്ന കർത്താവെ, ജയൻ കൊല്ലംപറമ്പിനെ സമർപ്പിക്കുന്നു. ഞാൻ ഒരു ദിവസം ഒരു ചേച്ചി എന്നെ, ചേച്ചിയുടെ മോന് ഒരു ഐലൻഡിൽ ജോലി കിട്ടാനായിട്ട് എല്ലാ പൈസയൊക്കെ കൊടുക്കും. അപ്പോൾ ചേച്ചി എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സിസ്റ്റർ അത് എല്ലാം ശരിയാണ്, എല്ലാവരും വരച്ചു. ഞാൻ അല്ല ചേച്ചി, എന്നോട് ഈശോ പറയാണ് അത് പോകരുതെന്ന് ഈശോ ശക്തമായിട്ട് പറയുകയാണ്. എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. ഇന്നലെ ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, വലിയ വിസ തട്ടിപ്പ്, നഷ്ടങ്ങൾ, പൈസ പോയതും ഒക്കെ ദൈവം ചേച്ചി സിസ്റ്ററോട് സംസാരിച്ചെന്നും പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓർക്കും, നമ്മൾ ഭാവികളാണ്, ഈശോ നമ്മളോട് സംസാരിക്കുകയാണ്, നമ്മുടെ ജീവിതത്തെ ദൈവം ഇടപെടുകയാണ്. കർത്താവിൻ്റെ വലിയ കരുണയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട്. എത്രയോ ജീവിതങ്ങളെ ഈശോയുടെ കൃപയോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഒത്തിരി മക്കൾ പരീക്ഷയിൽ ഈശോ അനുഗ്രഹങ്ങൾ കൊടുത്ത്, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ ഇന്ന് പരീക്ഷ എഴുതുന്ന സമയങ്ങളാണ്. ബോർഡ് എക്സാം, +2 A ലെവൽ പരീക്ഷ എഴുതുന്നവർ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എഴുതുന്ന മക്കൾ, എൻട്രൻസിന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾ, എല്ലാവരും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ അനുഗ്രഹങ്ങൾ എല്ലാ മക്കളിലേക്കും ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ചോദിക്കുകയാണ്. നമുക്കൊരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയുന്ന ഈശോയെ, നിൻ്റെ വലിയ കാരുണ്യം എല്ലാ മക്കളോട് നീ കാണിക്കണം ഈശോയെ. നിൻ്റെ വലിയ ദയ ഈ മക്കളോട്, ഇവർ ഓരോരുത്തരോടും, മരിയ,
ജോസിയോട്, ജസ്റ്റിൻ ജോസിനോട്, ജോമോൻ ജോസഫിനോട്, ഈശോയെ സിയോൻ സഞ്ചാരിയോട്, മായ ജോണിയോട് കർത്താവെ ഓരോ മക്കളോടും കാണിക്കണേ കർത്താവെ. ഞങ്ങൾ ഈ മക്കളെ എല്ലാ പേരും നിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലോട്ട് വെക്കുമ്പോൾ അവിടെയൊക്കെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ ഈശോയെ. തോമസ് എബ്രഹാമിനെ സമർപ്പിക്കുന്ന ഈശോയെ, മിനി പൗലോസിനെ സമർപ്പിക്കുന്ന കർത്താവെ, ജോസ് ദാസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈശോയെ. ഓരോ മക്കളെ സിജോ എബ്രഹാമിനെ സമർപ്പിക്കുന്ന ഈശോയെ, മേരി ഷാനിലായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സോജൻ കോറക്കിനെ കർത്താവെ എല്ലാവിധ ഹീലിംഗും അവിടെ ഉണ്ടാവട്ടെ കർത്താവ്. ഫെയ്ത്തിനെ കർത്താവ് പ്രത്യേകമായിട്ട് ഈശോ ഈ സമയത്ത് ഫെയ്ത്ത് എന്ന് പറയുന്ന ലേഡിയെ സമർപ്പിക്കുന്നു ഈശോയെ. അവരുടെ സ്പോൺസർഷിപ്പ് ഫണ്ടിങ് ഈശോയെ അപ്രൂവ് ആകണേ എന്ന് കൃഷ്ണകുമാറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈശോയെ ശോഭനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും വേദനകളെ ഈശോയെ, മിനി പൗലോസിനെ അവരുടെ കുടുംബത്തെ ഈശോയെ സമർപ്പിക്കും. ഈശോയെ കരുണയായിരിക്കണേ കർത്താവ്. ഈശോ ഈ സമയത്ത് തോമസേട്ടനെ സമർപ്പിക്കുന്നു ഈശോയെ. ബയോപ്സിയെ കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. ബിനുവിന് കർത്താവ് ഈ ദിവസങ്ങളെല്ലാം ബിനുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ബിനുവിൻ്റെ കൈയുടെ സൗഖ്യം അവളെ വിളിച്ചിട്ട് പറയുകയാണ്, സിസ്റ്ററെ ഒന്നുമില്ല, അറിയാറ് പോലും ഇല്ല, എനിക്ക് പരിപൂർണ്ണ സൗഖ്യം ഈശോ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ ഡോണ അനൂപിനെ സമർപ്പിക്കുന്നു ഈശോയെ, അമൽ മാത്യുവിനെ സമർപ്പിക്കുന്നു, ഷിജു ജോർജിനെ സമർപ്പിക്കുന്നു, റോബിൻ സെബാസ്റ്റിനെ സമർപ്പിക്കുന്നു ഈശോയെ, ജസീന മാമച്ചനെ സമർപ്പിക്കുന്നു, ജൂലി ജോയിയെ സമർപ്പിക്കുന്നു കർത്താവെ. ഓരോ മക്കളുടെയും ജീവിതത്തിൽ ദൈവം ചൊരിയത് വലിയ അനുഗ്രഹങ്ങളെ കൊടുക്കുന്നു. അമ്മേ മാതാവെ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മയുടെ ഉമ്മല ഹൃദയത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ സമർപ്പിക്കുന്നു. ഒത്തിരി സമയം ആയിരിക്കാനായിട്ട് സാധിക്കില്ല, എന്നിരുന്നാലും നമ്മൾ പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരും ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഇവിടുത്തെ ധ്യാനത്തിന് ചോദിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീ കർത്താവ് അങ്ങയോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. അതിലേപോലെ ഇപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് ജിൻസായ ICUലായിരിക്കും. ജിൻസായെ സമർപ്പിക്കാം. അസീമ ബിവിയെ സമർപ്പിക്കാം. ഷൈനി ആൻഡോയെ സമർപ്പിക്കുന്നു. ബിൻസി രമേശിനെ സമർപ്പിക്കുന്നു ഈശോയെ. അജിനി ജോസഫിനെ, ജോമോൾ സോജനെ സമർപ്പിക്കുന്നു ഈശോയെ. സിജോ മാത്യുവിനെ അവൻ്റെ അമ്മയെ സമർപ്പിക്കുന്നു. ഡിറ്റി വർഗീസിനെ, രാജി ബിജുവിനെ സമർപ്പിക്കുന്നു ഈശോയെ. സുനിൽ കുമാറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രേയയെ സമർപ്പിക്കുന്നു ഈശോയെ. വർഗീസ് പുത്തൂറിനെ ഈശോയെ സമർപ്പിക്കുന്ന കർത്താവ് എല്ലാ മക്കളെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിച്ചോടെ നാമത്തിൽ എല്ലാ മക്കളുടെ മേൽ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈശോയെ കരുണയായിരിക്കണേ. ശാന്തി ജോണിയെ, ബിൻസി രമേശിനെ കർത്താവെ, മോളമ്മയെ സമർപ്പിക്കുന്നു. മോഹനനെ സമർപ്പിക്കുന്നു കർത്താവെ. സന്തോഷ് തോമസിനെ, ദീപ സെസിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബീന തോമസിനെ സമർപ്പിക്കുന്നു. എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി പരിശുദ്ധമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തൻ്റെ എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സംഗീതത്തിലോടി വന്ന് എൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേതയുള്ള മാതാവേ, വിശ്വാസം ധൈര്യപ്പെടുന്ന പാദത്തുങ്ങൾ ഞാൻ അണയുന്നു. നെടുവീർപ്പെട്ട് കണ്ട നീർച്ചന്തി പാപിയായി ഞാൻ നിൻ്റെ ദയാധിക്യത്തെ കാത്തുകൾ നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുള്ളണമേ. ആമേൻ. ശമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു.